ഹായ്, ഇന്ന് നല്ലൊരു സോയാബീൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണതേ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പട്ട, ഗ്രാമ്പു, മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. സവോള വേണം, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, തക്കാളി, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ഒരിച്ചിരി തേങ്ങ ചിരകിയ അരപ്പ്. തേങ്ങയിൽ നമ്മൾ ഒന്നും ചേർത്ത് അരയ്ക്കുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ ഇതുണ്ടാക്കാൻ വെളിച്ചെണ്ണയും കൂടിയാണ് ആവശ്യമുള്ളത്. മസാലകളിൽ നോക്കുമ്പോൾ നമ്മൾ പൊടികളിൽ നോക്കുമ്പോൾ മഞ്ഞപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം. ചിക്കൻ മസാല ഉള്ളവർ ഇച്ചിരി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നു പോയി കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റത്തില്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം സംഭവം തുടങ്ങാനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിരിപ്പുണ്ട്. ഈ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ പകർന്നു കൊടുക്കാം. കണ്ട, ചട്ടി ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച ഉടനെ തന്നെ ചൂടാകുന്നുണ്ട്. അപ്പൊ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു ചെറിയ ബേ ലീഫ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഗ്രാമ്പ്, ഇച്ചിരി പെരുംജീരകം, ഒരു നുള്ളു പെരുംജീരകം. കടുകിടത്തില്ല കേട്ടോ, ഞാനിതിൽ കടുകിടത്തില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 2 ഏലക്ക, പിന്നെ നമുക്ക് വേണമെന്നുള്ളത് കറി ലീവ്സ്. ഇത്രയും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടാദ്യം കൊടുക്കാം. കറി ലീവ്സ് ഇട്ടു. ഇനി നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ വഴത്തിൽ മതി കേട്ടോ. വഴത്തിൽ വഴറ്റാം. ഇതിന്റെ ഈ പച്ചമണം ഒന്ന് മാറുന്ന കൈയോടുകൂടി നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലാണ് ഞാൻ വെച്ചേക്കുന്നത്. ഓൾറെഡി ചട്ടി നന്നായിട്ട് ചൂടായി കിടക്കുക. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 അല്ല 1.5 മതി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണമെന്നുള്ളത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം. ഞങ്ങൾക്ക് അങ്ങനെ വലിയ എരിവ് വേണ്ട. വരെ ഞങ്ങൾ എരിവ് കുറവാണ് കൂട്ടുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ഒരു ലൈറ്റ് റെഡിഷ് കളർ ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അങ്ങ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, സവോളയും ഉരുളക്കിഴങ്ങും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും കൂടി ചേർത്ത് ഇത് രണ്ടും നമുക്ക് വേകാനായിട്ട് വെള്ളം വേണ്ട. ഞാൻ വെള്ളത്തിലല്ല ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോ ഞാൻ ചിക്കൻ മസാല സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാവേ. ഇതൊന്ന് വഴന്നോട്ടെ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മുടെ സവോള ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. സവോളയും കിഴങ്ങും ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ സവോളയിലും കിഴങ്ങിലും ഉള്ള ആ ഒരു ഈർപ്പത്തിൽ തന്നെയാണ് ഇത് ഇത്ര ദൂരം വെന്തിട്ടുള്ളത്. അപ്പൊ നമ്മളിനി ഇതിലോട്ട് ഒരു തക്കാളി, ഒരു ഇച്ചിരി വലിയ തക്കാളി അരിഞ്ഞത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന ഈ സമയത്ത് തന്നെ ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്ത് നമ്മുടെ സോയ വെച്ചിട്ടുണ്ട്. സോയയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
സാധാരണ ഞാൻ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ സോയ കട്ട് ചെയ്താണ് എടുക്കാറുള്ളത്. പക്ഷെ ഇതിൽ ഞാൻ സോയ കട്ട് ചെയ്യുന്നില്ല, സോയ മുഴുവനോടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോയ മുഴുവനോടെ ഇട്ട് സോയയും കൂടി ഈ ഒരു ചെറിയ തീയിലിരുന്ന് ഉപ്പൊക്കെ പിടിച്ച് നല്ലോണം ഒന്ന് വേകട്ടെ കേട്ടോ. നമുക്കിത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. കിഴങ്ങും സോയയും ഒക്കെ കൂടി വേകുന്ന ടൈം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. ഗൈസ്, നമ്മുടെ കറി ഇപ്പൊ എന്തായെന്ന് നോക്കാം. ഏകദേശം നന്നായിട്ട് നമ്മുടെ കറി വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിച്ചിരി നിങ്ങൾ ഒരിച്ചിരി പച്ചത്തേങ്ങ അരച്ച് ചേർത്താൽ മതിയേ. പക്ഷെ എനിക്കിവിടെ രാവിലെ ഞാനിവിടെ വെള്ളച്ചമ്മന്തി ഉണ്ടായിരുന്നു കറിക്ക്, തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എനിക്ക് ഇച്ചിരി മതി കേട്ടോ, ഒരു നുള്ള. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു അരപ്പാണ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത്രയും മതി. ഒരു നുള്ള തേങ്ങ മതി കേട്ടോ, ഒരുപാട് തേങ്ങ ഇതിന് എടുക്കല്ലേ. അല്ലെങ്കിൽ ഒരിച്ചിരി തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ചാലും മതി. അപ്പൊ നമുക്കത് ഇവിടെ നല്ലൊരു, എന്റെ കെട്ടുവാനാണ് ചുമച്ചിരിക്കുന്നത് കേട്ടോ. നല്ലൊരു കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. 2-3 മിനിറ്റ് കൂടി ഇതാവണം. ആ ഒരു മിനിറ്റിനകത്ത് നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നുള്ള് പെപ്പർ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പെപ്പർ ഓക്കെ, നമ്മൾ പെപ്പർ ഇതുവരെ ഇട്ടില്ലായിരുന്നു, പെപ്പർ പൊടി. സോ പെപ്പർ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിന്റെ ഫിനിഷിങ് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു കുഞ്ഞു സാധനവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ ഇതില് പുതിനയില ചേർത്ത് കൊടുത്താൽ കുറച്ച് നല്ലതാണ്. ഞാനിതൊരു ഈസി കുക്കിംഗ് വേയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. കുക്കാവുമ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഗൈസ്, അപ്പൊ നമ്മുടെ അടിപൊളി സോയക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സോയ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഇച്ചിരി ഉപയോഗിക്കാൻ പറ്റുന്ന, ഉരുളക്കിഴങ്ങ് ലൈറ്റായിട്ട് അടിയിൽ പിടിച്ചു പോയി, ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഇതിൽ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ ടോപ്പപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിച്ചിരി ലൈം ജ്യൂസ്, ഒന്ന് പാതി പോലും വേണ്ട, ഒരു 1/4 ലൈം ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ ആയാൽ നമ്മുടെ സോയക്കറി നല്ല അടിച്ചു പൊളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഴങ്ങ് നന്നായിട്ട് വെന്തു. സോ ഇത് ഞാനൊന്ന് രുചി ഉണ്ടോ നോക്കട്ടെ. സൂപ്പർ, ഉപ്പെല്ലാം അളവിനുണ്ട്. അപ്പോൾ നല്ലൊരു സോയാബീൻ്റെ റെസിപ്പിയാണിത്. സോയ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവര്. പിന്നെ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാല് ഞാനിത് ഇത്തിരി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടി തേങ്ങ അരച്ച് ചേർത്ത് ഇച്ചിരി നിങ്ങൾക്കിത് എങ്ങനെ ഒരു എന്താ പറയുക, ഒരു കറി പോലെ ലൂസാക്കി എടുത്താൽ നിങ്ങൾക്ക് കറിയാവും കേട്ടോ. കറി നല്ല കറിയാക്കി ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ് കറിയായിട്ട് ഉപയോഗിക്കാനും ഇത് നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ചാറ് കറി വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ സൈഡിലുള്ള ഒരു തിക്ക് ഗ്രേവി ഉണ്ടല്ലോ, കോട്ടിങ്, അത് ഞങ്ങൾക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ അടിച്ചു പൊളിച്ചിട്ട് ഒരു സോയാബീൻ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പൊ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് സനു ഫ്രം വിശപ്പും വിരുന്നും.